Hi dears, welcome to English classes at Radhika Rinesh. The impact of technology on the English language based on insights by David Crystal. David Crystal gave a speech on the impact of technology on the English language. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ചാപ്റ്റർ ഉള്ളത്. അപ്പം അദ്ദേഹം ടെക്നോളജി ഭാഷയെ കൊല്ലുന്നില്ല, നേരെ മറിച്ച് ടെക്നോളജി റിലേറ്റഡ് വേർഡ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അതൊരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ലാംഗ്വേജ് ഒരുപാട് മാറിയിട്ടുണ്ട് ഡ്യൂ ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് ടെക്നോളജി എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ സ്പീച്ചിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. Let's see the introduction at first. David Crystal, one of the world's leading linguists, has extensively studied how technology impacts language. ഡേവിഡ് ക്രിസ്റ്റൽ is a very famous linguist. ലിംഗ്വിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ, ഭാഷാശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ടെക്നോളജി എന്തൊക്കെ മാറ്റങ്ങളാണ് ലാംഗ്വേജിൽ വരുത്തിയത് എന്നതിനെ പറ്റി ഒരുപാട് പഠിച്ചിട്ടുണ്ട്. He has authored over 100 books on linguistics and is widely recognized for his work in social linguistics, phonology, and the evolution of English. 100-ലധികം ലിംഗ്വിസ്റ്റിക്സിൽ ബുക്കുകൾ എഴുതിയ ആളാണ് നമ്മുടെ ഓതർ ഡേവിഡ് ക്രിസ്റ്റൽ. ലിംഗ്വിസ്റ്റിക്സ് പറഞ്ഞു വെച്ചാൽ ഭാഷാശാസ്ത്രത്തിൽ ഭാഷയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് ഭാഷാശാസ്ത്രം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് മീൻസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി. ദെൻ ഫൊണോളജി പറഞ്ഞു വെച്ചാൽ സയൻസ് ഓഫ് സൗണ്ട്സ് അല്ലേ. നമ്മൾ പറയുമ്പോൾ ഭാഷ എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പിനേഷൻ ഓഫ് സൗണ്ടാണ്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് ദി ഇവല്യൂഷൻ ഓഫ് ഇംഗ്ലീഷ്. അറ്റ് ദ സെയിം ടൈം ഇംഗ്ലീഷ് ഹാസ് ബീൻ ഇവോൾവ്ഡ് ആസ് എ ലാംഗ്വേജ്, ആസ് ഇറ്റ് ഈസ് എ ഓപ്പൺ എൻഡഡ് ലാംഗ്വേജ്, അങ്ങനെയാണ് നമ്മൾ പറയുക. അതായത് ഒരിക്കലും ഒരു ക്ലോസ്ഡ് എൻഡഡ് ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇവല്യൂഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഓക്കെ, അതായത് ഒരുപാട് വാക്കുകൾ, പുതിയ വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു ചോസറിൻ്റെ പോം വായിക്കുകയാണെങ്കിലോ ഷേക്സ്പിയറിൻ്റെ പ്ലേ വായിക്കുകയാണെങ്കിലോ അല്ലേ, അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇന്നത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മലയാളവും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ ഓരോരോ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവും. വേർഡ്സ്വർത്തിൻ്റെ പോം കുറച്ചും കൂടെ റിഫൈൻഡ്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷാണ് അല്ലേ. പിന്നെ 20th സെഞ്ച്വറി റൈറ്റേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന റൈറ്റേഴ്സ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അതുപോലെ ഭാഷ ഒരുപാട് ഇവല്യൂഷന്, അതെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ടെക്നോളജി അതിനു ഒരു കാരണമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. The myth of language decline. Myth: technology is destroying the English language. നമ്മൾ കേൾക്കുന്നതാണ് ഒരു ടെക്നോളജി കൊണ്ട്, അതായത് ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ ഒക്കെ അബ്രീവിയേഷൻ ഫോമുകളാണ് ഇപ്പോഴത്തെ കുട്ടികൾ യൂസ് ചെയ്യുന്നത്. മെസ്സേജ് അയക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കുറേ അബ്രീവിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെക്നോളജി വന്നത് കാരണം ഭാഷ നശിച്ചു എന്നുള്ള ഒരു മിത്ത് എന്ന് പറഞ്ഞൊരു കെട്ടുകഥ പോലെ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ അതല്ല റിയാലിറ്റി എന്നുള്ളതാണ് ഡേവിഡ് ക്രിസ്റ്റൽ പറയുന്നത്. ദ റിയാലിറ്റി ഈസ് ദാറ്റ് ലാംഗ്വേജ് ഈസ് ഇവോൾവിങ് നാച്ചുറലി വിത്ത് ടെക്നോളജി, നോട്ട് ഡിക്ലൈനിങ് അല്ലേ. അത് നശിച്ചുകൊണ്ടിരിക്കുകയല്ല, പക്ഷെ അതെന്താണ്, നാച്ചുറലി ഇവോൾവിങ്. അതൊരു നാച്ചുറലായിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു തരം മാറ്റമാണ് ടെക്നോളജിയുമായിട്ട്. കാരണം ഇന്നത്തെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ലാംഗ്വേജിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലാംഗ്വേജിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് ഇപ്പോൾ ചോസറിൻ്റെ കാലത്തെ ഇംഗ്ലീഷ് തന്നെ ഇപ്പോൾ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ഒരുപാട് ഇവല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസും ലാംഗ്വേജിൽ. അതിനൊരു എക്സാമ്പിളാണ് ലോൾ, BRB എന്നുള്ള, അങ്ങനെ പറഞ്ഞ് നമ്മൾ അതിന് എഫിഷ്യൻസി. ഓക്കെ, അത് എഫിഷ്യൻസിയാണ്. അതായത് ആളുകൾക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അതായത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനല്ലേ ഇപ്പോൾ ആളുകൾക്ക്. അതുകൊണ്ടാണ് ദേ ആർ അബ്രീവിയേറ്റിംഗ്, അല്ലെങ്കിൽ അവർ ഷോർട്ട് ഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതവർക്ക് മനസ്സിലാവുന്നുണ്ട്. യങ് ജനറേഷൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലാംഗ്വേജ്. കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് പറഞ്ഞാൽ തന്നെ എന്താണ്, ഇറ്റ്സ് എ മീൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ലാംഗ്വേജ്. അപ്പോൾ അതിന് പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലാംഗ്വേജ് അല്ലേ. ഇപ്പം ഭാഷയെ നശിപ്പിക്കുകയല്ല, ഭാഷയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ഇവല്യൂഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ടെക്നോളജിക്കൽ ഇൻഫ്ലുവൻസസ് ഓൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Linguistic creativity in digital communication. Technology fosters linguistic creativity through new words, abbreviations, and formats.
നമ്മൾ പറഞ്ഞു ഒരുപാട് പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുന്നുണ്ട് ആളുകൾ, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള, ഡിജിറ്റൽ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ. ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നതുകൊണ്ട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വാക്കുകൾ ഉണ്ടായി. അതുപോലെ സയൻറ്റിഫിക് ഇൻവെൻഷൻസ് ഒക്കെ വരുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വാക്കുകൾ നമ്മുടെ ലാംഗ്വേജിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ദ മീംസ്, ജിഫ്സ്, ഇമോജീസ്. അതൊക്കെ ഈ ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ ലാംഗ്വേജിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട കുറേ വാക്കുകളാണ്. Platforms like Twitter limit characters, encouraging concise and innovative expressions. ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ബ്ലോഗ് അങ്ങനത്തെ കുറേ മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആളുകൾ എഴുതുമ്പോൾ ആളുകളുടെ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ കൂടുന്നത്. ട്വിറ്ററിൽ പക്ഷേ അവർ വേർഡ് ലിമിറ്റ് വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ എക്സ്പ്രസീവ് ആവും. ഓക്കെ, അതായത് കുറച്ച് വാക്കുകളിൽ കൺസൈസ് ആയിട്ട് അല്ലെ, കുറച്ച് വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമ്മൾ നിർബന്ധിതരാകും. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഇൻക്രീസ് അവർ റൈറ്റിംഗ് എബിലിറ്റി. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരിക്കലും ടെക്നോളജി ലാംഗ്വേജിനെ കൊല്ലുന്നില്ല, നേരെ മറിച്ച് ലാംഗ്വേജിനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റണം. ഇപ്പോൾ പണ്ടൊക്കെ റൈറ്റേഴ്സ് മാത്രമായിരുന്നു എഴുതിയിരുന്നത്, ഇപ്പം എല്ലാവരും എഴുതുന്നുണ്ട് ത്രൂ മെസ്സേജസ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ഒന്നുമില്ലെങ്കിലും സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആളുകൾ എഴുതുന്നുണ്ട്. പിന്നെ ബ്ലോഗ് എഴുതുന്നുണ്ട് ആളുകൾ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരു ക്രിയേറ്റിവിറ്റി കൂടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. Then multimodal communication. Digital platforms combine text messages and emojis, offering richer ways to communicate. നമ്മളിപ്പോൾ ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ്, ഒരു കത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ത്രൂ വേർഡ്സ് അല്ലേ. പക്ഷെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വാട്സപ്പ് മെസ്സേജ് ഒക്കെ അയക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് അലോങ് വിത്ത് അവർ ടെക്സ്റ്റ് മെസ്സേജസ് വി ആഡ് ഇമേജസ് ആൻഡ് ഇമോജീസ് അല്ലേ. അപ്പോൾ അതൊക്കെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ എക്സ്പ്രസ് ഇമോഷൻസ്, ടോൺ ആൻഡ് കോണ്ടെക്സ്റ്റ് മോർ എഫിഷ്യൻ്റ്ലി. ഇപ്പോൾ നമ്മളൊരു ഇമോജി അയക്കുകയാണ്, അടിയിലുണ്ട് ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു ഇമോജി അയക്കുകയാണ് അല്ലേ. അപ്പോൾ അത് ഐ ആം ഹാപ്പി എന്ന് പറയുന്നതിനേക്കാളും ആ ഇമോജിക്ക് കൂടുതൽ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ടെക്നോളജിയുടെ ഒരു വിജയമാണ്, ആസ് വെൽ ആസ് ഇറ്റ് ഹെൽപ്സ് ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് മോർ ഇഫക്റ്റീവ്ലി അല്ലേ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഭാഷയെ കൊല്ലുകയല്ല ഒരിക്കലും ടെക്നോളജി ചെയ്യുന്നത്. ഗ്ലോബലൈസേഷൻ ആൻഡ് വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ്. നമുക്കറിയാം ഗ്ലോബലൈസേഷൻ അല്ലേ, ഗ്ലോബലൈസേഷൻ കൊണ്ട് ഇംഗ്ലീഷിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദറ്റ് ഈസ് ഇംഗ്ലീഷ് ഹാസ് ബിക്കം എ ഗ്ലോബൽ ലാംഗ്വേജ് ആഫ്റ്റർ ഗ്ലോബലൈസേഷൻ. അപ്പം ഇംഗ്ലീഷ് ആണ് ഏറ്റവും വലിയ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. ത്രൂ ഔട്ട് ദ ഗ്ലോബ് വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഓർ വി ക്യാൻ ട്രാവൽ ത്രൂ ഔട്ട് ദ ഗ്ലോബ് ബൈ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അത് നമുക്കറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആഫ്റ്റർ കൊളോണൈസേഷനൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷസ് അല്ലേ, ഡയലക്ട്സ് ഓഫ് ഇംഗ്ലീഷസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡയലക്റ്റ് പറഞ്ഞു വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ സംസാരിക്കുന്ന ഭാഷേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയലക്ട്സ് എന്ന് പറയുന്നത്. അപ്പം മലയാളത്തിന് തന്നെ പലതരത്തിലുള്ള ഡയലക്റ്റിക്കൽ വെറൈറ്റീസ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ പറയില്ലേ മലപ്പുറം മലയാളം, തൃശ്ശൂർ മലയാളം, എല്ലാം മലയാളമാണ് അല്ലേ. പക്ഷെ അതൊക്കെ വ്യത്യാസമുണ്ട്, അതൊക്കെ ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായി ആഫ്റ്റർ ഗ്ലോബലൈസേഷൻ. ലൈക്ക് റീജിയണൽ ഇൻഫ്ലുവൻസസ് ഷേപ്പ് ഇംഗ്ലീഷ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അത് കുറച്ചൊക്കെ റീജിയണൽ ലാംഗ്വേജ്, അവരുടെ റീജിയണൽ ലാംഗ്വേജുമായിട്ട് മിക്സ് ചെയ്ത രീതിയിലാണ് അവർ ഇംഗ്ലീഷ് പറയുന്നത്. എല്ലാവരും ഇംഗ്ലീഷ് പറയുന്നുണ്ടെങ്കിലും അത് എന്താണ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ബീയിങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റീജിയണൽ ലാംഗ്വേജസ്. ഇപ്പം നമുക്കറിയാം ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലെ, ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പറയുന്നത് കുറേ, അത് പല ആളുകൾ പല രീതിയിൽ പറയുന്നുണ്ട്. മലയാളികൾ പറയുന്ന ഇംഗ്ലീഷ് അല്ല തമിഴന്മാർ പറയാം, അതുപോലെയുള്ള നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, വെദർ ഇംഗ്ലീഷ് കേട്ടാൽ തന്നെ മനസ്സിലാവും വെദർ ഹീ ഈസ് എ നോർത്ത് ഇന്ത്യൻ ഓർ തമിഴിയൻ ഓർ മലയാളി. അപ്പോൾ അതാണ് അവരുടെ ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവരുടെ ഇംഗ്ലീഷിൽ പോലും. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗപ്പൂരിയൻ ഇംഗ്ലീഷ്, ഇറ്റ്സ് എ മിക്സ് ഓഫ് ഇംഗ്ലീഷ് വിത്ത് സിംഗപ്പൂരിയൻ ലാംഗ്വേജ്. ദെൻ നൈജീരിയൻ ഇംഗ്ലീഷ് ഈസ് തയ്യാർ. ഓക്കെ, എല്ലാ ലാംഗ്വേജും അവരുടെ ലോക്കൽ ലാംഗ്വേജ്. കാരണം നമ്മൾക്ക് നമ്മുടെ കൾച്ചറിനെയൊക്കെ പറ്റി പറയണമെങ്കിൽ എ ലോട്ട് ഓഫ് ലോക്കൽ വേർഡ്സ് ഷുഡ് ബി ദയർ. പക്ഷേ
അതിലൊക്കെ ഡേവിഡ് ക്രിസ്റ്റൽ പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിലും ഇത് ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജിനെ കൊല്ലുക എന്നുള്ളതല്ല. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് വാക്കുകൾ, ഹിന്ദിയിൽ നിന്നൊക്കെ ഒരുപാട് വാക്കുകൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിലുണ്ട്. ഇത് ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. Let's conclude our video. That is, technology is a catalyst for language evolution, not a degradation. ഇപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലാംഗ്വേജിനെ കൊല്ലുന്നില്ല, നശിപ്പിക്കുന്നില്ല. അതൊരു കാറ്റലിസ്റ്റ് മാത്രമാണ്. കാറ്റലിസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരു രാസപ്രവർത്തനം നടക്കാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ്, അത് കൂടുതൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടാനായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ടെക്നോളജി ഈസ് ലൈക്ക് എ കാറ്റലിസ്റ്റ്. കാരണം ലാംഗ്വേജിൻ്റെ ഇവല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച കൂട്ടാനുള്ള ഒരു മാർഗമാണ് ടെക്നോളജി. ഓക്കെ, ലാംഗ്വേജ് ഒരുപാട് മാറിയിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ അത് വളർന്നിട്ടുണ്ട് ഒരുപാട്. ഇറ്റ് ഫോസ്റ്റേഴ്സ് ക്രിയേറ്റിവിറ്റി, ഡൈവേഴ്സിറ്റി ആൻഡ് മൾട്ടി മോഡൽ എക്സ്പ്രഷൻ. ക്രിയേറ്റിവിറ്റി നമ്മൾ പറഞ്ഞു, ഫേസ്ബുക്ക്, ട്വിറ്റർ, ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ എഴുതുന്നതിലൂടെ ഇറ്റ് വിൽ ഇൻക്രീസ് അവർ ക്രിയേറ്റിവിറ്റി. ഡൈവേഴ്സിറ്റി പറഞ്ഞു വെച്ചാൽ ഗ്ലോബൽ ലാംഗ്വേജ് ആയി ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷസ് വെർ ദെയർ. സോ ഡൈവേഴ്സിറ്റി ഈസ് ഓൾസോ ദെയർ. ദെൻ മൾട്ടി മോഡൽ എക്സ്പ്രഷൻ, ടെക്സ്റ്റ് അല്ലെങ്കിൽ വേർഡ്സ് വിത്ത് ഇമേജസ്, അല്ലെ, ജിഫ്സ് ഓർ വീഡിയോസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ മൾട്ടി മോഡൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി, അത് നല്ല മാറ്റങ്ങളാണ് എന്നുള്ളതാണ് ഡേവിഡ് ക്രിസ്റ്റൽ ഈ സ്പീച്ചിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന് ശേഷം, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്പീച്ച് ഒന്ന് കേൾക്കുക. അത് നിങ്ങളുടെ സിലബസിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉപയോഗിച്ചിട്ട് യു ക്യാൻ ലിസൺ ടു ദി സ്പീച്ച് മെയ്ഡ് ബൈ ഡേവിഡ് ക്രിസ്റ്റൽ. അങ്ങനെ കേൾക്കുക. അതുപോലെ നമ്മളുടെ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും SEO ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതിയാവും. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ക്വയറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.